പുതിയ മലയാള സിനിമകളുടെ നിർമ്മാണം നിർത്തിവെക്കാൻ നിർമ്മാതാക്കളുടെ നീക്കം. GSTക്ക് പുറമെ സംസ്ഥാന സർക്കാർ വിനോദ നികുതി ഈടാക്കുന്നത് താങ്ങാനാകില്ല എന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. താരങ്ങളുടെ വൻ പ്രതിഫലവും പ്രതിസന്ധി കൂട്ടി. ബീന റാണി ചേരുന്നുണ്ട്. ബീന, ഈ രീതിയിൽ സർക്കാർ മുന്നോട്ട് പോയാൽ സിനിമാ നിർമ്മാണം നടക്കാൻ കഴിയില്ല എന്ന് തന്നെയല്ലേ ഇപ്പോൾ നിർമ്മാതാക്കൾ പങ്കുവയ്ക്കുന്നത്? ഒപ്പം വലിയൊരു പ്രതിസന്ധി കൂടെ ഉണ്ടാവുകയല്ലേ സിനിമാ മേഖലയ്ക്ക്? രോഹിണി, തീർച്ചയായും നേരത്തെ മുതൽ തന്നെ മലയാള സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന പല വിവിധ ഘടകങ്ങൾ അല്ലെങ്കിൽ വിവിധ പ്രതിസന്ധികൾ ചൂണ്ടിക്കാട്ടി നിർമ്മാണ മേഖല വലിയ പ്രതിസന്ധിയിലാകുന്നെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ജി എസ് ടിക്ക് പുറമെ സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ വിനോദ നികുതി ഈടാക്കുന്നത് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നേരത്തെയും നിർമ്മാതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ സമീപിച്ചിരുന്നത്. എന്നാൽ യാതൊരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിൽ ഇനി മുന്നോട്ട് പോകാനാവില്ല എന്ന ഒരു നിലപാടിലാണ് നിർമ്മാതാക്കൾ ഇപ്പോൾ ഉള്ളത്. അതോടൊപ്പം തന്നെ താരങ്ങളുടെ പ്രതിഫലവും ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് തീർത്തും ആനുപാതികമല്ലാത്ത രീതിയിൽ താരങ്ങളുടെ പ്രതിഫലം വർദ്ധിക്കുന്നത് സിനിമാ നിർമ്മാണത്തിന് വലിയ ഒരു വിലങ്ങുതടിയായി മാറിയിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ അസോസിയേഷൻ പിന്തുണ തേടി ഫിലിം ചേംബറിനെ സമീപിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ പ്രശ്ന പരിഹാരം ഒപ്പം തന്നെ ചർച്ചകൾക്കും സാധ്യത തെളിഞ്ഞു വരുന്നതായാണ് നിർമ്മാതാക്കളുടെ സംഘടന അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് സിനിമാ സംഘടനകളുടെ യോഗവും വിളിച്ചു ചേർക്കാൻ നിർമ്മാതാക്കളുടെ സംഘടന തീരുമാനിച്ചിട്ടുണ്ട്. അതായത് താരസംഘടനയായ അമ്മയടക്കം ഉള്ള സംഘടനകളുടെ യോഗം വിളിച്ചു ചേർക്കും. ഈ അഭിനേതാക്കളുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ടും ചർച്ചകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നിർമ്മാതാക്കളുടെ സംഘടന ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 2024 മലയാള സിനിമയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായെന്ന് നേരത്തെയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ചില കണക്കുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് രംഗത്ത് വരികയുണ്ടായി. അതായത് 26 ചിത്രങ്ങൾക്ക് മാത്രമാണ് ലാഭം ഉണ്ടാക്കാനായത്. ഏതാണ്ട് 199 സിനിമകൾ റിലീസ് ചെയ്തിരുന്നു. അതിൽ നിന്ന് മാത്രമേ 650-700 കോടി രൂപയുടെ നഷ്ടമാണ് മലയാള സിനിമയ്ക്ക് ഉണ്ടായതെന്ന് നേരത്തെയും വ്യക്തമാക്കിയിരുന്നു. വിവരങ്ങൾ പങ്കുവച്ചത്.